ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഡബിൾ ഹോൾ ഫ്ലവർ എങ്ങനെയാണ് കയറ്റി ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 4mm വൈറ്റ് ബീഡാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഡബിൾ ഹോളിൻ്റെ 2 ഫ്ലവറാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 എണ്ണം കൂടെ നമുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇതേപോലെ ബോർഡ് സൈഡിൽ വരുന്ന പോലെ ഡിസൈൻ ചെയ്യാം. അപ്പം ഇതിൽ പല കളർ ബീഡ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 0.4-ൻ്റെയും 0.6mm-ൻ്റെയും 4mm-ൻ്റെയും 3mm-ൻ്റെയും. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു സൈഡിൽ വന്നിട്ട് എൻഡ് ടേപ്പ് ഇട്ട് കവർ ചെയ്തു നന്നായിട്ട് ടൈറ്റായിട്ട്. അത് കഴിഞ്ഞ് ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ എൻഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് ഇതിൽ ഞാൻ പിന്നെയും വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ റെഡ് ബീഡ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് B7000 വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം ആദ്യം. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ റെഡ് സ്റ്റോൺ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് വേണമെങ്കിൽ പീക്കോ കളർ അല്ലെങ്കിൽ ഏത് കളർ വേണോ അതിന് മാച്ചിങ് ആയിട്ട് 4mm ബീഡ് ആ കളറിൽ എടുത്തിട്ട് ഇതേപോലെ സ്റ്റോൺസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ റെഡ് തന്നെ ഞാൻ എടുത്ത പോലെ ചെയ്യാം. ഫുള്ള് റെഡ് ഈ സൈഡിൽ കൂടെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് 4mm ബീഡ് റെഡ് ആക്കുകയും ചെയ്യാം. ഇതേപോലെ മനോഹരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഫോട്ടോ അല്ലെങ്കിൽ ഇത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഞാൻ അതേപോലെ ഡിസൈൻ ചെയ്തും കാണിച്ചു തരാം. ബൈ ബൈ, താങ്ക് യു.